അന്ന് തീരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു കുട്ടീന്റെ പോലെ ഇരുന്നു. സൂര്യനെ കണ്ട അതാണ് സൂര്യൻ സൂര്യൻ. അവിടെ ഏകദേശം മലയാളി സൂപ്പർ മാർക്കറ്റ് വരെ സ്റ്റാർട്ട് ചെയ്തു. ലണ്ടനിലാവുമ്പോ നമുക്ക് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ആയി. ഇന്നർ ലണ്ടൻ ആണെങ്കിൽ രണ്ടുപേരും മസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റും. ഹായ് എവരിവൺ, വെൽക്കം ടു ദി 4th എപ്പിസോഡ് ഓഫ് യൂണിറ്റോക്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് 4th എപ്പിസോഡ് മാത്രമല്ല, ഒരു സ്പെഷ്യൽ എപ്പിസോഡ് കൂടെയാണ്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുള്ള സ്പെഷ്യൽ എപ്പിസോഡ്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറ്റ്ലോബ് ത്രൂ പോയ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അമീൻ ആൻഡ് ഷബ്ന. സോ വെൽക്കം ടു ദി ഷോ. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. സോ അക്ഷയ് പറഞ്ഞ പോലെ എൻ്റെ പേര് അമീൻ എന്നാണ്. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. ഞാൻ മാറ്റ്ലോബർ ത്രൂ ഡിപ്പെൻഡൻറ്റ് വിസയിൽ പോയതായിരുന്നു 2021 ഇൻടേക്ക്. ഇനി ഷെനു എന്ന ഷെഫിന പറയും. ആദ്യം മാറ്റ്ലോബറിന് താങ്ക് യു, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് ഇന്ന്. പിന്നെന്താ, ഞാൻ ഷബ്ന, ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി പഠിക്കാൻ പോയതാണ്. മാസ്റ്റേഴ്സ് ആയിരുന്നു, 2 years കോഴ്സ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി ടീസൈഡ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് എത്ര? കോഴ്സ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. ഇപ്പോൾ 1 year ആയിട്ട് PSW നിൽക്കായിരുന്നു ഞങ്ങൾ. ഓക്കെ, പിന്നെ തിരിച്ചു ഇനി 1 year PSW ബാക്കിയുണ്ട്. 2 years ആണുള്ളത്. ഞങ്ങൾക്ക് 2025 മെയ് വരെ ഉണ്ട് ഞങ്ങളുടെ വിസ. ഓക്കെ, സോ എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റഡി അബ്രോഡ് എന്നുള്ള ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് പറയാനായിരുന്നു? അത് റീസൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഇവളാണ് അതിന് പറയാൻ കഴിയുള്ളൂ. ഇവളാണ് സ്റ്റുഡൻ്റ് ആയി പോയിട്ട് അവൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ളൊരു മോട്ടീവ് ഉണ്ടായിരുന്നു, അതായത് അബ്രോഡ് സ്റ്റഡി ചെയ്യണമെന്നില്ല. എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, അതായത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ഉണ്ടായിരുന്നു പുറത്ത് പോയി പഠിക്കണം. ഞാൻ IELTS പോയിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്ത്, പിന്നെ എനിക്ക് തോന്നുന്നു എക്സാം എഴുതിയില്ല, ജസ്റ്റ് 3 month ക്ലാസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ നിയാസും ഇർഷാവും തന്നെ ആയിരുന്നു നമ്മളെ ബാംഗ്ലൂർ കൊണ്ടുപോയിരിക്കാണ്ട് എൻ്റെ IELTS പുറത്തേക്ക് പോവാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ചെയ്തിട്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവിടെ തന്നെ എത്തി. സോ എങ്ങനെയായിരുന്നു അവിടെ? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യണം എന്ന്, അബ്രോഡ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി ഇവിടെ ജെംസിൽ മാസ്റ്റേഴ്സ് അല്ല ബാച്ചിലേഴ്സ് ഇൻ മൈക്രോബയോളജിയാണ് ചെയ്യുന്നത്. അപ്പം മാസ്റ്റേഴ്സ് ഇൻ മൈക്രോബയോളജി ഓർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എന്നാൽ ഫുഡ് മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാമെന്ന് കരുതി ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി എടുത്ത് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. നാട്ടിൽ നിന്ന് മാറി നിൽക്കും ചെയ്യാലോ എന്ന് കരുതി അങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഓക്കെ ഇങ്ങനെ പറയാണോ, മാരേജിന് ശേഷമാണോ ഈ ഒരു കാര്യം? ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് വന്ന് പറയാണ് ഇങ്ങനെ പഠിക്കാൻ പോകണം, പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ പറയണം. ഒരു ഫസ്റ്റ് ചലഞ്ച് ആയിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നു? ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യും ഒറ്റയ്ക്ക്, അല്ല നമുക്കെല്ലാം അറിയില്ലല്ലോ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട് മാറ്റ്ലോബ്, അങ്ങനെ പറഞ്ഞപ്പം എല്ലാ സ്റ്റെപ്പും ഈസി ആയിട്ട്, അതായത് നമ്മളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം. മാറ്റ്ലോബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ആ സമയത്ത്. ഓക്കെ, ആ ഒരു 3 or 4 year മുന്നായിട്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി അവരെ അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫ്രണ്ട്ലി ടോക്ക് കിട്ടുന്ന രീതിയിലുള്ള ആൾക്കാർ വേണം. എന്തൊരു കാര്യത്തിന് നമ്മൾ സമീപിച്ചാലും, നമ്മൾ എന്ത് കാര്യത്തിന് ഏത് നട്ടപ്പാതിലേക്ക് വിളിച്ച് ഹെൽപ്പ് ചോദിച്ചാലും ഓക്കെ അതെങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സമയത്താണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് മാറ്റ്ലോബിന്റെ ഭാഗത്ത്. അപ്പോൾ അത് വളരെ ഉപകാരമായിരുന്നു ആ സമയത്ത്. വേറെ എന്തെങ്കിലും ഒരു ചലഞ്ച് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ? ചലഞ്ച് പേഴ്സണൽ ചലഞ്ച് ആയിട്ട് ഫാമിലിയൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും പഠിക്കാൻ പോവാണ്, ഓക്കെ പഠിക്കാൻ പോയി ആ ഒരു ലെവലിലായിരുന്നു. ഇപ്പം അധികം കപ്പിൾസിന്റെ ഇടയിൽ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് കേൾക്കാറുണ്ട്. അതായത് ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, മേ ബി ചിലപ്പോൾ പെണ്ണിന്റെ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ അയക്കൂല, അതായത് പഠിക്കാൻ പോകണ്ട. ജസ്റ്റ് ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ആൾറെഡി ഉള്ളതാണ്. പക്ഷെ നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ ചാലഞ്ച് ഉണ്ടായിരുന്നു. അല്ലല്ല, വേറൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആദ്യം ഇർഷാദോ നിയാസ്കയും പറഞ്ഞു ഒറ്റയ്ക്ക് പോകേണ്ടി വരും എൻ്റെ അടുത്ത്, ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒരുമിച്ച് പറ്റില്ല. ആ ഒരു ചാലഞ്ച്, അതായത് ഒരു ചാലഞ്ച് ആയിട്ട് എൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിരുന്നു, എങ്ങനെ ഒറ്റയ്ക്ക് പോകും. കാരണം ഞാൻ അന്ന് തീരെ ഈ ഒരു UK പോയി 3 years ആയിട്ട് നല്ല മെച്യൂർഡ് ആയി എന്ന് പറയാം. അന്ന് തീരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു കുട്ടീന്റെ പോലെ ഇരുന്നു. സൂര്യനെ കണ്ട അതാണ് സൂര്യൻ സൂര്യൻ. അതായത് ആ ഒരു
ഞാനിങ്ങനെ ഒറ്റക്ക് പോകും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല പേടിയായിരുന്നു, ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പോണില്ല എന്നുള്ളൊരു തീരുമാനം. പക്ഷെ അന്ന് നമുക്ക് ഉറപ്പ് തന്നു, ഇവര് ഒരുമിച്ച് വിടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ. അതായത് നമുക്ക് അങ്ങനെ ഒരു ടീം നമുക്ക് ഉറപ്പ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാണ്ടല്ലോ, അല്ലാതെ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആ ഒരു ധൈര്യം തരല് നല്ല രീതിയിൽ ഇർഷാദൊക്കെ പറഞ്ഞു, അന്നെ ഞാൻ ഓന്റെ പേ വിടൂ, അത് എനിക്ക് ഞാൻ ഉറപ്പ് തരാണ് പറഞ്ഞു. എന്നാ പിന്നെ ഇക്കാവൊന്നും വേണ്ട, നമുക്ക് നോക്കാറുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത് എങ്ങനെയാ വെച്ചാല് കോഴ്സ് എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. പിന്നെ ടീ സൈഡ് ആണ്, അതായത് ഇന്നർ ലണ്ടൻ അല്ല, ഔട്ടർ ആണ്. ഔട്ടർ ആവുമ്പോ ഒന്നുകൂടി ഔട്ടർ മതി എന്നുള്ള പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രിഫറൻസും കൂടി മാച്ച് ആയി വന്നത് ടീ സൈഡ് ആണ്. കാരണം എക്സ്പെൻസ്, ഷോ മണി, നമ്മൾ ഓൾറെഡി ഈ യൂട്യൂബിൽ അവിടെ നോക്കിയപ്പോ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഷോ മണി കാണിക്കുന്ന കേസിൽ എനിക്ക് തോന്നുന്നു ഇന്നർ ലണ്ടനിൽ കുറച്ച് കൂടുതൽ കാണിക്കണം. അതായത് ആ ടൈമിലുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ പിന്നെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനത്തെ റിസർച്ച് കുറേ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നർ ലണ്ടൻ എന്ന് പറഞ്ഞാല് ലിവിങ്ങിന് പറ്റിയൊരു, അതായത് ആസ് എ കപ്പിളായിട്ട് പോകുമ്പോൾ ലിവിങ്ങിന് പറ്റിയതല്ല. ഔട്ടറിലാവുമ്പോ ഇപ്പൊ ഈവൻ ഓൾക്ക് വർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് വർക്ക് ചെയ്ത് മീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുള്ളൂ. ഇന്നർ ആവുമ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ നമുക്ക് അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാൻ കഴിയും. അപ്പൊ അതൊക്കെ നമ്മൾ റിസർച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഔട്ടർ ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു പേഴ്സണലായിട്ട് എല്ലാവരും മെയിൻ ചാലഞ്ചായി നമുക്ക് വന്നത് ഓള് പ്രഗ്നന്റ് ആയതാണ്. നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ഉണ്ടായിരുന്നില്ല. അതായത് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങില് മാക്ലോബറിനെ സമീപിച്ചപ്പോഴൊന്നും അവള് പ്രഗ്നന്റ് ആയിരുന്നില്ല. പിന്നെ ഏകദേശം നമ്മള് ഇതിന് പോകാൻ വേണ്ടിയിട്ട് TB ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം നമ്മള് എക്സ്റേ ചെയ്യും. അപ്പോഴൊന്നും ശരിക്കും നമ്മൾ പ്രഗ്നന്റ് ആവാൻ പാടില്ല. അപ്പോഴൊന്നും ഞാൻ പ്രഗ്നന്റ് അല്ല. ലാസ്റ്റ് ഈ വിസ പ്രോസസ്സിങ്ങിന്റെ ടൈമിലാണ് പെട്ടെന്ന് ഇങ്ങനെ പ്രഗ്നന്റ് ആവണതും. എല്ലാ വിസ ഇന്റർവ്യൂ വരെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അത് വന്നാൽ ഇനി റിജക്റ്റ് ആകുമോ, എന്നാ പോവാതിരിക്ക, അങ്ങനെ അങ്ങനെയൊക്കെ വിസ. ഞങ്ങള് പിന്നെ കൂൾ മൈൻഡ് ആയിരുന്നു. അതായത് ഇനിയിപ്പോ അതിന് ശേഷം ഇത് ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോണ്ട ആ ഒരു മൈൻഡ് ആയിരുന്നു. അതാണ് പിന്നെ ഓക്കെ ആയ പിന്നെ പോവുകയും ചെയ്യാം. ഓക്കെ നമ്മൾ തന്നെ ഏറ്റെടുത്തിക്കാണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നോ, ഇപ്പോ പ്രഗ്നന്റ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ? വീട്ടിൽ നിന്ന് ആദ്യം പറഞ്ഞിരുന്നു ഇനി പോണോ. അപ്പൊ ഞാൻ പറഞ്ഞു ഫീസ് ഒന്നും ഇനി വിസ രജിസ്ട്രേഷൻ വന്നാലേ നമുക്ക് ഫീസ് തിരിച്ചു കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം പിന്നെ വീട്ടുകാർ പറഞ്ഞു എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ നോക്കാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. അല്ല, അത് മാത്രമല്ല പ്രശ്നം എന്ന് പറഞ്ഞത്, അതായത് അവിടെ പോയി പഠിക്കുക, ആൾക്കാരെ നെറ്റ്വർക്ക് ചെയ്യുക, ആ ഒരു ബുദ്ധിമുട്ടല്ലേ ക്ലാസ്സിലേക്ക് പോവാന്ന് ആ ഒരു ടൈമിൽ. അതായത് ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. ധൈര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇവൾക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അതായത് പുറത്ത് വേറെ ആൾക്കാരോട് സംസാരിക്കാനല്ല, പേഴ്സണൽ ആയിക്കാണ്ട് ഒരു ഡിസിഷൻ എടുക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ലൊരു ധൈര്യമുള്ള കുട്ടി തന്നെയാണ്. അത് സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തോളൂ. അവിടെ പോയി സെറ്റിൽ ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് ഡിപ്പെൻഡന്റ് ആയിട്ട് പോയി അവിടെ സ്റ്റഡി പഠിക്കുന്നു, കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് ഇപ്പൊ. അപ്പൊ ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അപ്പൊ ഡിപ്പെൻഡന്റ് ആയിട്ട് പോയതാണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോയ സമയത്ത് ഇവർക്ക് ഓഫ്ലൈൻ ആയിരുന്നു ക്ലാസ്. കാരണം ആ ഒരു കോവിഡിന്റെ ആ ഒരു ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത്. അതായത് കോവിഡിന്റെ 2021 സ്റ്റാർട്ടിങ് മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് ജാനുവരി ഇൻടേക്ക് നമ്മൾ ലേറ്റ് ആയിട്ട് മാർച്ചിലാണ് പോയത്. ബട്ട് അത് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ക്ലാസ്. നമുക്ക് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യം ഓൾമോസ്റ്റ് 1 ഇയർ ഓഫ്ലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ആയിരുന്നു. 1 ഇയർ പിന്നെ അല്ല ഓൺലൈനും അപ്പോഴുണ്ട് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം. പോണല്ലോ, ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ലാപ്ടോപ്പ് മതി. പിന്നെ നമ്മൾ എടുക്കുന്ന റൂമൊക്കെ ഇപ്പൊ യൂണിവേഴ്സിറ്റി എല്ലാ ലൊക്കാലിറ്റിയിലും ഉള്ള പോലെയാണ്. അവിടെ എല്ലായിടത്തും യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളെടുത്ത റൂം യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത്. ഇനി പോണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാക്ക്, 10 മിനിറ്റ്സ് വാക്ക് അത്രേ ഉള്ളൂ. ഇപ്പൊ ഇക്ക ജോബിന് പോയിട്ടാണെങ്കിൽ തന്നെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് പോകാനുള്ള അത്ര ഡിസ്റ്റൻസിലാണ് എല്ലാ റൂമുകളും എല്ലാ യൂണിവേഴ്സിറ്റിന്റെ അടുത്തും ഉണ്ടാവുക. പിന്നെ നമുക്ക് അവിടെ നമ്മള് പോയ ഉടനെ തന്നെ ഇപ്പോ നമുക്ക് ആൾറെഡി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോ നമുക്ക് ഒരു അക്കോമഡേഷൻ സെലക്ട് ചെയ്യണല്ലോ. അതായത് ആ സമയത്ത് അത് വളരെ നിർബന്ധമായിരുന്നു. ഇവിടുന്ന് പോകുമ്പോ നമ്മൾ ആ പ്രൂഫ് കാണിക്കണം, ടെനൻസി അഗ്രിമെന്റ് നമ്മൾ കാണിക്കണം. അവിടെ നമ്മൾ ആൾറെഡി ഒരു ടെനൻസി അഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് മാക്ലോബർ ത്രൂ തന്നെ ഏതൊരു വാട്സാപ്പിന്റെ ഗ്രൂപ്പിൽ കയറിയിട്ടാണ് നമുക്ക് കാസർഗോഡും കണ്ണൂരും ടീമിനെ നമ്മൾ ബന്ധപ്പെട്ട്
ഓലെ ടെനൻസിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ്ടൊക്കെ നമ്മൾ പോയിരുന്നത്. അപ്പൊ നമ്മൾ നേരെ അവരുടെ റൂമിലേക്കാണ് പോയത്. അതുകൊണ്ട് രണ്ട് ഫാമിലീസ് സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, ഷെയറിങ് ഉണ്ടായിരുന്നു. അപ്പൊ ആൾറെഡി അവരൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവള് പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വേറൊരു ജോലിക്ക് പോകുന്നതിനോ അങ്ങനത്തേനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് അവരുണ്ടായതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. മലയാളീസ് എവരിവെയർ അല്ലേ, അപ്പം എല്ലായിടത്തും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കാർ മൊത്തം അവിടെ കൊണ്ടുപോയി അവിടെയാണ് എന്താണ് മറ്റേ കോളനൈസേഷൻ ഇല്ലേ, ഇവിടെ നടക്കുന്നത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മിഡിൽസ് ബ്രോ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളീസ് ഒരു സംഖ്യയൊക്കെ ഉണ്ട് മിഡിൽസ് ബ്രോയില്. അത് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം മലയാളി സൂപ്പർ മാർക്കറ്റ് വരെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ കഴിഞ്ഞ വർഷമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് മലയാളീസിന് വേണ്ടിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ. ഇപ്പൊ ഏകദേശം ഒക്കെ ഫുള്ള് മലയാളീസായി, മാർക്കറ്റും കാര്യങ്ങളൊക്കെ മലയാളീസ് ആയിട്ടുണ്ട്. ഇപ്പോ എന്താണ് കപ്പിളായിട്ട് പോകുന്ന സമയത്ത് തന്നെ എക്സ്പെൻസിന്റെ കാര്യം, ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ഒരാൾ മാത്രമല്ലല്ലോ അവിടെ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വ്യൂവേഴ്സിന് പറയണെങ്കിൽ. ടിപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ പോകുമ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ 2 lakh rupees നമ്മളെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കിപ്പോൾ പോയ ഉടനെ നമുക്ക് ജോലി കിട്ടിക്കൊള്ളുന്നില്ല. അത് UK പൊതുവെ ഉള്ളൊരു സംഭവമാണ്. പോയ ഉടനെ ജോലി കിട്ടൂല, പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളെ കയ്യിൽ എന്തായാലും ബാക്കപ്പ് വേണം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ കയ്യിൽ ആ ഒരു 2 lakh അത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ജോലി തപ്പാം. കാരണം നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാകുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബേജാറാവണം, അതായത് നമ്മൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നമുക്ക് ജോലി കിട്ടൂല, ആ ഒരു അവസ്ഥ വരും. അപ്പൊ ആൾറെഡി നമ്മൾ പോകുമ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ബാക്കപ്പ് നമ്മളെ കയ്യിൽ തന്നെ പിടിക്കാണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമായിരിക്കും. അപ്പൊ അത് ഒരു ടിപ്പായിട്ട് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളെ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഈ മറ്റേ സ്റ്റാർട്ടിങ്ങിലൊന്നും പിന്നെ ഇവിടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഔട്ടർ ലണ്ടൻ ചൂസ് ചെയ്യാൻ കാരണം. ഏതെങ്കിലും ഒരു ആൾക്ക്, അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഇപ്പൊ ഇനി വർക്ക് ചെയ്യേണ്ട തോന്നുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാതെ ഇരിക്കാം. ഔട്ടർ ലണ്ടനിലാവുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ആയി. ഇന്നർ ലണ്ടൻ ആണെങ്കിൽ 2 പേരും മസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോയപ്പോ നമുക്ക് റെന്റ് ആയിട്ടുണ്ടായിരുന്നത് 300 പൗണ്ടോ 300 പൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് നേരെ മറിച്ച് ആ സെയിം സമയത്ത് തന്നെ ലണ്ടനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 600-900 ആ ഒരു റേഞ്ച് ഉണ്ടാവും. അപ്പൊ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ജോബ് കണ്ടെത്തിയത് അവിടെ? അതായത് പാർട്ട് ടൈം ജോബ് കണ്ടെത്തിയത്? ജോബ് കണ്ടെത്തിയത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് റെഫറൻസ് ത്രൂവേ ജോബ് കിട്ടുള്ളൂ. നമ്മൾ റെഫറൻസ് ത്രൂ നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഞാൻ ഫുള്ള് റെസ്യൂം ഉണ്ടാക്കി, CV ഉണ്ടാക്കി, ഫുള്ള് സെറ്റപ്പ് ആയി. നമുക്ക് ജസ്റ്റ് വരും യു ആർ സെലക്ടഡ് ഫോർ ദി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വരും, മെയിൽ വരും. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ശരിക്കും ഓർമ്മയുണ്ട്, എനിക്ക് ഒരു സോഷ്യൽ മീഡിയ മാനേജറായിട്ട് എനിക്കൊരു വർക്ക് കിട്ടിയിരുന്നു. ഞാൻ എന്നിട്ട് ആ കമ്പനീന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫുള്ള് പഠിച്ച് ഫുള്ള് പ്രിപ്പയർ ആയി. എനിക്കൊരു കോള് പോലും വന്നില്ല. വളരെ സങ്കടമുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം 1 month ഞാൻ അതിലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടത് പുറത്തേക്ക് ഇറങ്ങുക, അല്ലാതെ വീട്ടിലിരുന്നിട്ട് ജോലി തപ്പിയിട്ട് യാതൊരു കാര്യമല്ല. എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങി നമ്മളെ മലയാളീസ് ആരെയുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വെയർ ഹൗസ്, ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പോയിരുന്നൊരു പയ്യൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്, അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. പൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പെപ്സ് എന്നൊക്കെ പറയും, അതിൻ്റെ ഉള്ളിൽ പന്നി ഇറച്ചിയൊക്കെ നിറച്ചിട്ടുള്ള സംഭവമായിരുന്നു. ഇപ്പോൾ ആസ് എ മുസ്ലിം നമുക്കത് ഹറാമാണ്, ഈ പന്നി ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഹറാമാണ്. പക്ഷെ UK പോലത്തെ രാജ്യത്ത് പോയിട്ട് ഹറാമാണ് ഹലാലാണെന്ന് പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമല്ല. അവനാണ് ജീവിക്കണമെങ്കിൽ നല്ല പണിയെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്ക്, ആ ഒരു വർക്കിലായിരുന്നു. അതായത് വർക്കിനെ പറ്റി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്രേയില് ഒരു 10-100 പൈ ഉണ്ടാവും. നമ്മൾ ഈ ഒരു കുമ്പിട്ട് എടുക്കുന്ന പരിപാടിയാണ് ലിഫ്റ്റിംഗ്. ഭയങ്കര ഹെവിയാണ് സാധനം. ഏകദേശം 1 month ഞാൻ ആ വർക്ക് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പണിയെടുക്കാതെ ഒന്നും നടക്കില്ല. അതായത് ആ സമയത്തും പക്ഷെ നമ്മൾ വേറെ ജോലി തപ്പണം. അതായത് നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്ത് പോകാനുള്ള ഒരു പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ജോബിന് നമ്മൾ ബെറ്റർ ജോബ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, വേറെ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ഇന്ത്യയുടെ അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. പക്ഷെ അതിലൊക്കെ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് UK എക്സ്പീരിയൻസ് കുറച്ചെങ്കിലും ആവണം. അതിൽ അവരൊക്കെ വിളിക്കും ചോദിക്കും ചെയ്യും. അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, UK എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കും. അതേപോലെ വെയർ ഹൗസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വെയർ ഹൗസിൽ കിട്ടാനും നല്ല സുഖമാണ്.
അപ്പോൾ ഫസ്റ്റ് ജോബൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് അതൊക്കെ ശരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് കണ്ട് പറഞ്ഞിട്ട് പേടിപ്പിക്കണമൊന്നുമില്ല. അതിന് പക്ഷെ പണിയെടുക്കാൻ എന്ത് പണിയെടുക്കാൻ തയ്യാറായി പോകണം. നമ്മളാ മനസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ പണി കിട്ടുള്ളൂ. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 year ഞാൻ HR മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തും. ബട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയ ഉടനെ തന്നെ എത്തണം എന്ന് കരുതിയാൽ നടക്കില്ല. അവിടെയും പോയിട്ട് ഹാർഡ് വർക്ക് ഉള്ള കാര്യം ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തത് ഔട്ടർ ലണ്ടനാണ്. അപ്പോൾ ഇന്നർ ലണ്ടൻ ചൂസ് ചെയ്യാതെ ഔട്ടർ ലണ്ടൻ ചൂസ് ചെയ്യാം. ഐ മീൻ ഈ പാർട്ട് ടൈം ജോബിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഔട്ടർ ലണ്ടനിൽ ഈ പറഞ്ഞ പാർട്ട് ടൈം ജോബിൻ്റെ അവൈലബിലിറ്റി? ഇന്നർ ലണ്ടൻ്റെ പൈസ എന്തായാലും കുറവായിരിക്കുമല്ലോ. അതായത് ജോബിനെ പറ്റി ജോബ് പാർട്ട് ടൈം അല്ലല്ലോ, ഡിപ്പെൻഡന്റ് ഫുൾ ടൈം ആയിരുന്നു. ഞാൻ പാർട്ട് ടൈം ഒന്ന് ശ്രമിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇനീഷ്യലി ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, പിന്നെ ഡെലിവറി. ഞാൻ ലാസ്റ്റ് 1 year മാത്രമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് ഒരു ടഫുള്ള പണിയായിരുന്നില്ല. എനിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ജോബാണത്. മോറിസൺസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമർ അസിസ്റ്റൻ്റ് ആയിട്ട് കിയോസ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് ഇതാക്കി കൊടുക്കണ ഒരു ആളായിട്ട് അങ്ങനെ നല്ലൊരു വർക്കാണ് കിട്ടിയത് എനിക്ക് ലാസ്റ്റ് 1 year. അങ്ങനെയും കിട്ടും, വർക്ക് കിട്ടും. വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതായത് നമ്മളെ എത്രത്തോളം ഓലെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇൻ്റർവ്യൂവിലൂടെ അങ്ങനെ നമുക്ക് അവിടെ വർക്ക് കിട്ടാം. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് സ്റ്റുഡൻസിലൊക്കെ പറയണത് അതായത് എങ്ങനെ വെച്ചാൽ ഔട്ടർ ലണ്ടനിലാവുമ്പോൾ ഈ വയർ ഹൗസസും കാര്യങ്ങളും കൂടുതലാണ്. ഇന്നർ ലണ്ടനിൽ വയർ ഹൗസസ് ഉണ്ടാവില്ല. കാരണം സിറ്റി ആണല്ലോ, സിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പുറത്ത് ഔട്ടറിലാവുമ്പോൾ വയർ ഹൗസ് ജോബ്സ് കൂടുതലാണ്. അതുപോലെ കെയർ ഹോംസ് ജോബ്സ് കൂടുതലാണ്. ഔട്ടറിൽ മെയിൻ ആയിട്ട് ഈ വയർ ഹൗസ് കെയർ ഹോംസ് ആണ്. ഇപ്പൊ ഈ ആമസോൺ വയർ ഹൗസ്, ടെസ്കോ അങ്ങനെയുള്ള കുറച്ച് വയർ ഹൗസസ് ഉണ്ട്. അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ സീസണിലായിക്കാണ്ട് ചിലപ്പോൾ ആൾക്കാർ ആവശ്യം വരും. അതായത് ഇപ്പൊ ഈ ക്രിസ്മസ് സീസൺ UK പറയുകയാണെങ്കിൽ ഒരുപാട് സീസൺസ് ആണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈസ്റ്റർ, അങ്ങനെ ന്യൂ ഇയർ. അവിടെ സെലിബ്രേഷൻസ് കുറവില്ല, ഫുള്ള് സെലിബ്രേഷൻസ്, ഡെയിലി സെലിബ്രേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഓരോ സീസണിൽ ചിലപ്പോൾ 3 months കോൺട്രാക്ട്, 6 month കോൺട്രാക്ട് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസിന് അങ്ങനെയല്ല കുറെ ഓപ്പർച്യൂണിറ്റീസ് ഔട്ടർ ലണ്ടനിലുണ്ട്. വയർ ഹൗസ്, അതേപോലെ കെയർ ഹോം. ഇപ്പോൾ ഞാൻ 1 year ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മളെ മലയാളീസിന്റെ അടിയിലൊക്കെ നമുക്ക് ധൈര്യത്തോടെ പറയാം. അതായത് ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടും വർക്ക് ചെയ്യലുണ്ട്, NI ആയിട്ടും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പക്ഷെ ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളായിരിക്കുന്നു. അതായത് ഹോം ഓഫീസൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ട് ഇപ്പോൾ NI മാത്രം, അതായത് 20 hour എന്ന് പറഞ്ഞാൽ 20 hour വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പോരാൻ സമയത്തൊക്കെ 20+1 hour വർക്ക് ചെയ്താൽ ഹോം ഓഫീസിന്റെ അടുത്ത് സീന് വന്നിട്ട് ഡീപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വരെ, സിറ്റുവേഷൻ വരെ ഇപ്പോ നിലവിലുണ്ട്. അപ്പൊ ഇപ്പൊ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് കുരുക്കുകളും കെണികളും ഉണ്ടാവും. അപ്പോ ജസ്റ്റ് ലീഗൽ എന്താണെന്ന് എഴുതിയാല് അതിനനുസരിച്ച് മാത്രം വർക്ക് ചെയ്യാം. കാരണം വേറെ ആരും ഉത്തരവാദിത്തം വഹിക്കൂല. അവനാണ്ട് നീയാണോ ചെയ്തത് അത് നിനക്ക് അതിന്റെ റിസൾട്ട് കിട്ടും, പണി കിട്ടും. അപ്പോ അവനാന്റെ കാര്യം നോക്കാണ്ട് മാത്രം നിൽക്കുക. കാരണം നമ്മുടെ നാടല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓല് എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഡീപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പോർട്ടാണ്. അത്ര എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മൊത്തം പോവാണ്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാം. പിന്നെ PSWന്റെ സമയം ഉണ്ടല്ലോ, ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട്, ജോബ് സെർച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ മാക്സിമം ഫുൾ ടൈം ആയിക്കാണ്ട് വർക്ക് ചെയ്യാൻ നോക്കാം. അതുവരെ കെയർ ഹോമിൽ തന്നെ, കെയർ ഹോം ഫീൽഡ് തന്നെ അത്യാവശ്യം നല്ലൊരു ഫീൽഡാണ്. അതായത് അത് ഇഷ്ടമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രയും നമ്മളെ മനസ്സിന് നമ്മൾ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡായിരുന്നു കെയർ ഹോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ മറ്റുള്ളവരെ പേഴ്സണലായിക്കാണ്ട് ഓലെ ഹെൽത്തിനും ഇതിനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഏകദേശം 1 year ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് കെയർ ഫീൽഡിൽ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ HR മാനേജറായിട്ട് എനിക്ക് ന്യൂകാസിൽ ജോലി കിട്ടി. നമ്മൾ മിഡിൽസ്ബ്രോന്ന് HR മാനേജറായിട്ട് കിട്ടിയിട്ട് ശേഷമാണ് ഞങ്ങൾ ന്യൂകാസിലേക്ക് ചേഞ്ച് ചെയ്തത്. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം ഏകദേശം നമ്മൾ 8 വീട് 78 വീടുകൾ നമ്മൾ മാറി നിൽക്കുന്നു. കാരണം നാട്ടിലത്തെ പോലെ പെർമനന്റ് ആയിട്ട് കണ്ടൊന്നുമില്ല. നമുക്ക് എവിടെ ജോലി കിട്ടുന്ന മിഡിൽസ്ബ്രോയിൽ ഞങ്ങൾ ഏകദേശം 4 വീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡിൽസ്ബ്രോയിൽ 6 വീട് ചേഞ്ച് ചെയ്തു. ഓർമ്മയല്ല. നേരത്തെ സെലിബ്രേഷൻസിന്റെ കേസ് പറഞ്ഞല്ലേ, അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ
ഇവിടുത്തെ സെലിബ്രേഷൻസ് അവിടുത്തെ സെലിബ്രേഷൻ, അതായത് കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഇവിടെ വളർന്നു അല്ലെങ്കിൽ ഇവിടെ പഠിച്ച് ഇവിടെ വളർന്നതാണ് ഒരു 20 എത്ര ഏജ് വരെ വളർന്നു, ഇവിടെ തന്നെ വളർന്നു, പിന്നെ നേരെ അങ്ങോട്ട് പോവാണ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള. ഇപ്പോ എന്താണ് ഇന്ത്യൻസ് അവിടെ ഉണ്ടായതുകൊണ്ട് കംപ്ലീറ്റ്ലി അത്ര വേറെ ഒരു സ്ഥലമൊന്നും അല്ല അത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ നടന്നത്? അല്ല, അവിടുത്തെ മെയിൻ സെലിബ്രേഷൻ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ഈസ് ലൈക്ക് അവരുടെ പെരുന്നാൾ പോലെ അങ്ങനെയാണ്. പിന്നെ ഈദ്, നമ്മളെ മുസ്ലിംകളുടെ ഈദ് ഉൽ ഫിത്തർ, അതൊക്കെ ഭയങ്കര കുറവായിട്ട് ഓൽക്ക് അതിനെ പറ്റി നോളേജ് ഇല്ല. ഈദ് എന്താണ്, റമദാൻ. പാകിസ്ഥാനികളൊക്കെ സെലിബ്രേറ്റ് ചെയ്യും, പക്ഷെ ക്രിസ്മസ് പോലും ഈ പാകിസ്ഥാനികൾ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞ സെലിബ്രേഷൻ. ഒരു ഇയർ ഫുള്ള് ഈ ക്രിസ്മസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടും ഗിഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടും അങ്ങനെ. പിന്നെ ഈസ്റ്റർ ആണെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ്. പിന്നെ ഗുഡ് ഫ്രൈഡേ, ഇടയ്ക്കിടയ്ക്ക് എല്ലാ കുറേ സെലിബ്രേഷൻസ് ഉണ്ടാവും. അതായത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സെലിബ്രേഷൻ അല്ലേ നമുക്ക് ആ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. കാരണം മൊത്തം തീമും കാര്യങ്ങളൊക്കെ അവർ തന്നെ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മൊത്തമായിട്ട് അവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മൊത്തമായിട്ട് നമുക്ക് അതിന്റെ ആ സെലിബ്രേഷന്റെ ഒരു സംഭവം റിഫ്ലക്ട് ചെയ്യാൻ കഴിയും. ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 months മുന്നേ അവർ സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യും 3 months മുന്നേ. ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയാൻ കാരണം ഞാൻ കെയറോമിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൽക്ക് ഓരോ പരിപാടികൾ ഉണ്ടാവും. അതായത് പുറത്തുനിന്ന് മറ്റേ ഇതിനെ കൊണ്ടുവരാ, അതായത് സിംഗേഴ്സിനെ കൊടുത്ത് പാടിപ്പിക്കുക, അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക. പിന്നെ മറ്റേ ഇതില്ലേ ശരിയോ ആ പടക്കം പൊട്ടുന്ന സെലിബ്രേഷൻ, അതേതാ മേലെ പോയിക്കാണ്ട് പടക്കം പൊട്ടിക്കുന്ന സെലിബ്രേഷൻ, അതിന്റെ പേര് ഞാൻ മറന്നു. ക്രാക്കേഴ്സ് കിട്ടുമല്ലോ, ഹാലോവീൻ ഉണ്ട്. ഹാലോവീന് വേറെ പിന്നെ കൊറേ ഉണ്ട്. പിന്നെ കൾച്ചറൽ ഷോക്ക് അറിയുമ്പോ ബാങ്ക് ഒന്നും കേൾക്കൂല, നോമ്പിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് മൊബൈലിൽ നോക്കിയിട്ട് അങ്ങനെ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നിസ്കാരവും കാര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ട്. പിന്നെ അവിടുത്തെ ജോബേ വേറെയാണല്ലോ. പിന്നെ നമ്മളെ ടോയ്ലറ്റ് സിസ്റ്റം അല്ല, അവിടുത്തെ ടോയ്ലറ്റ് സിസ്റ്റം ടിഷ്യൂ പേപ്പർ അതാണ്. പിന്നെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിസ്കാരങ്ങളൊന്നും എല്ലായിടത്തും കിട്ടില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെ നിസ്കാരങ്ങളൊന്നും എല്ലായിടത്തും പോയി. നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നമുക്കിപ്പോൾ ഒരു തട്ടുകട ഉണ്ടാവും, ചായയും പരിപ്പോടെയൊക്കെ കഴിക്കാൻ. നാട്ടിലാണെങ്കിൽ അവിടെ അത് ഉണ്ടാവില്ല. അവിടെ ഡോണറ്റ്, മധുര സാധനങ്ങളാണ് മെയിനായിട്ട് സംഭവങ്ങൾ. അങ്ങനത്തെ കൾച്ചറൽ ഷോക്കുകൾ. ഇപ്പൊ നമ്മൾ പുറത്തു പോയാൽ ഫുഡ് കഴിക്കാനല്ലേ നാട്ടിൽ നിന്ന് ആഗ്രഹിക്കുക, അവിടെ നമ്മൾ വീട്ടിലെത്തിയാൽ മതി എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ കാരണം അവിടെ പുറത്തു പോയാൽ കഴിക്കാനൊന്നും നമുക്ക് തോന്നൂല. പക്ഷെ ഇപ്പൊ ഏകദേശം നമ്മളെ ഇന്ത്യൻ ഫുഡൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്, ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വ്ളോഗേഴ്സിന്റെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ ഇന്ത്യൻ ഫുഡ്സും ഈ ബ്രിട്ടീഷുകാരുടെ പാലറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്, സ്പൈസ് കുറച്ചിട്ടും. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, അതാണ് പ്രശ്നം. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഇവിടുത്തെ പോയ ആൾക്കാർ ഏകദേശം ഒക്കെ പോയിക്കാണ്ട് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ലണ്ടൻ സൈഡിലേക്ക്, ലണ്ടനിലൊക്കെ നമ്മളൊരു ഹോട്ടലിൽ പോയില്ല, എന്താ അതിന്റെ പേരെന്തായിരുന്നു, മറ്റേ മുത്തുക്കൊക്കെ ഉണ്ടായ സമയത്ത് ഈസ്റ്റ് ഹാമില് പക്ക മലയാളി ഏരിയ പോലെ പൊറാട്ടയും ബീഫും എല്ലാം കിട്ടും. അങ്ങനെ ഓരോ ഏരിയകൾ ഉണ്ട്. ഇപ്പൊ ലിവർപൂളിലാണെന്നുണ്ടെങ്കിലും ഓരോ ടൗണിലും ഓരോ ഏരിയകൾ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഇപ്പോ ആസ് എ ഫാമിലി ആയിക്കാണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നുണ്ടായില്ല. പക്ഷെ സ്റ്റുഡൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് പോയി, ഓള് പ്രഗ്നന്റ് ആയിരുന്നു, പിന്നെ കുട്ടിയായി, പിന്നെ കുട്ടിന്റെ കാര്യങ്ങളായി. നമുക്ക് അധികം ഒന്നും ആ ഒരു എൻജോയ്മെന്റിന് നമുക്ക് കിട്ടിയില്ല. നമ്മള് ഫുള്ള് റെസ്പോൺസിബിലിറ്റി താങ്ങി നടക്കുന്ന ഒരു ഫാമിലി. പക്ഷെ റാദർ ആ ഒരു സമയത്ത് കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോളിഡേ ഏത് പുതിയ രാജ്യത്ത് പോവാം, ഏത് പുതിയ കൺട്രി കവർ ചെയ്യാം. അതായത് നമ്മൾ വെറുതെ ഈ ഇംഗ്ലീഷ് കുളിക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളെ കിഡ്നിക്കാണല്ലോ ലോങ് ടേം ആണ് ഓലൊക്കെ നോക്കുന്നത്. നമ്മൾ ഷോർട്ട് ടൈമിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് സുഖം വേണം. പക്ഷെ ബേബി ഉണ്ടായതിനു ശേഷം എനിക്കെന്റെ പാരന്റ്സിനെയും മിക്കാന്റെ പാരന്റ്സിനെയൊക്കെ ഭയങ്കര മിസ് ചെയ്തിരുന്നു. നേരെ മറിച്ച് ഇപ്പൊ നമ്മളൊരു വേറൊരു രാജ്യത്തേക്ക് പോവാണ്, അപ്പൊ എനിക്ക് അവളെ ഉള്ളൂ, ഓൾക്ക് ഞാനേ ഉള്ളൂ. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല.